കണ്ണിൽ കുമ്പിടണേ സകലം കുമ്പിടണേ സകല ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് അഹദവനം അൽഹംദുലില്ലാഹ് പകലും തുണനീയം അഹദവനം അൽഹംദുലില്ലാഹ് അല്ലും പകലും തുണനീയം ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് നബിയുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് നബിയുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് നബിയുല്ലാഹ് മലമുകളിലെ ആദ്യത്തെ വിളി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിളിയാണ്. നീനവ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം ഇലാഹിയ വിളിയുടെ ആദ്യത്തെ ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ വാക്കങ്ങട്ട് കേട്ടപ്പോ മലയുടെ താഴ്വാരത്ത് പണിയെടുക്കുന്ന 4 ഭാഗത്തുള്ളവർ പണിയായുധങ്ങൾ വെച്ച മലമുകളിലേക്ക് നോക്കി. അപ്പോൾ ഒരു കറുത്ത കമ്പിളി പൊതിച്ചൊരു മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ജനത ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു വരുന്നു 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 എന്ന് പറഞ്ഞു. 4 ഭാഗത്തും ഇവർ കുന്നുകയറിയപ്പോ നബി കുന്നിന്റെ മേലെയാണ്. അപ്പൊ ഞാൻ വിളിച്ച വിളിയുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഈ കോൺട്രസ്റ്റന്മാർ വരുന്നത് കൂട്ടി അള്ളാന്റെ നെറ്റി. ഇവര് 4 ഭാഗത്തിൽ ചുറ്റും നിന്നിട്ട് ചോദിച്ചു എന്താ വിളിച്ച് ഒന്നും കൂടി വിളിക്കുന്നു. അപ്പൊ വിളിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് നബി. ഒരൊറ്റ അടി കൊടുത്ത കണ്ണി അടി കിട്ടിയപ്പോ നബി പറഞ്ഞു ജിബിരിയിൽ പറഞ്ഞത് എത്ര സത്യം നല്ലൊരു കൗമ. ഫസ്റ്റ് തന്നെ അടി കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നബി പറഞ്ഞു നിങ്ങൾ എന്തടിച്ചിട്ടും കാര്യമില്ല, എനിക്ക് പറയാനുള്ള ഇത് തന്നെയാണ്. ആരാധനക്ക് അർഹൻ അല്ലാഹുവല്ലാത്ത മറ്റൊരാളില്ല, അവന്റെ പ്രവാചകൻ ഞാനാണ്. അത് പറയാൻ നിയോഗിച്ച നബിയാ ഞാൻ. ഈ അണ്ടകടാകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാന് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അടി അങ്ങ് തുടങ്ങി. അടിന്ന് പറഞ്ഞാൽ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് നബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ഇവരടിക്കുന്നത് അടിച്ച് നേൽത്താണ്ട് കിടക്കും. എന്താ ഇപ്പൊ നബി ചെയ്ത തെറ്റ്? അള്ളാഹുവിന്റെ നബി ചെയ്ത തെറ്റെന്താ? ഇപ്പോ ആ കുന്നും പുറത്ത് വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ മീനവ ഉണ്ടാക്കിയ പടച്ചോനെ പറഞ്ഞു കൊടുത്തു. ജീവിക്കാൻ സൗകര്യവും അന്തരീക്ഷത്തിൽ വായുവും കഴിക്കാനുള്ള ഭക്ഷണവും പരമസുഖം നൽകാൻ എല്ലാ സൗകര്യവും ഒരുക്കിയ പടച്ചോൻ ഒരാളുണ്ട്, അങ്ങനെ ഒരു സംവിധാനമുണ്ട്, അങ്ങനെ ഒരു ശക്തിയുണ്ടെന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. അതിനവർ തിരിച്ചടിച്ചു. കിടന്നു അടിച്ചിട്ട് കിടത്തി ശരീരം മൊത്തം പൊട്ടി. കയ്യെ കിട്ടിയതിനൊപ്പം അടിച്ചിട്ട് എല്ലായിടത്തും മുറിവുണ്ട്, ചോരയിൽ കുടിച്ചിങ്ങനെ കിടക്കാണ്. അപ്പൊ ഇവർ ഇറങ്ങിപ്പോയി. മതിയാടാന്നോ അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ നബി ബോധമുണ്ട്. അപ്പൊ പറഞ്ഞു എനിക്ക് ബോധമുള്ള കാലത്തോളം പറയാണ്ടിരിക്കാൻ പറ്റൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇപ്പോഴത്തെ തിരിച്ചു വന്ന ഒരൊറ്റ ചവിട്ട് പേരടി അതോടെ ബോധം പോയി. ബോധമില്ലാണ്ട് കിടന്നു മഹാനായ പ്രവാചകൻ യൂനുസ് നബി. എന്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞേ? അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ ആപ്തവാക്യം വിശ്വസിച്ചിട്ട് ഇത്രയും നമ്മൾ ജീവിച്ചു. ഒരാളും ഇത് പറഞ്ഞ കാരണത്തോളം ഒരൊറ്റ അടി പോയിട്ട് നമ്മളെ നേരെ കണ്ണുരുട്ടി നോക്കിയിട്ടില്ല, നോക്കാൻ നമ്മൾ വിട്ടിട്ടില്ല. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാർ അനുഭവിക്കുന്നത് നിങ്ങളുണ്ടോ? ഇത് പറയാൻ വേണ്ടി നമ്മുടെ മുന്നിലേക്ക് പടച്ചോൻ പറഞ്ഞ പ്രവാചകന്മാരുടെ അനുഭവം കണ്ടോ? അവർ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അടിച്ചു കിടത്തിയവിടെ. അവരനുഭവിച്ചാ പിന്നെ നമ്മൾ അനുഭവിക്കാതിരിക്കുന്നതിന് എന്താ പ്രശ്നം? നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. ഏത് പീഡനങ്ങളും ഏത് തിക്താനുഭവങ്ങളും നമ്മുടെ മേലേക്ക് വന്നാൽ ഇത് നമ്മുടെ പ്രവാചകന്മാർ അനുഭവിച്ചതാണ്. ഇത് പറയാൻ വേണ്ടി വന്നവർ അനുഭവിച്ചവരാണ്. അപ്പൊ നമ്മൾ അനുഭവിച്ചിട്ടില്ലെങ്കിലേ പ്രശ്നം. അനുഭവിക്കലാം നല്ലത്. അതാണ് പടച്ചോന്റെ മുന്നിൽ കൂലി. അതുകൊണ്ടാണ് സഹാബാക്കറാം അനുഭവിച്ചത്. അവരനുഭവിച്ച ത്യാഗവും വേദനയിൽ 1000 ബദരീങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആവേശം കൊള്ളുന്നില്ലേ? ബദരീങ്ങളൊക്കെ അനുഭവിച്ചതിന്റെ 1000-1 അംശം നമ്മൾ അനുഭവിച്ചോ? ഇല്ലല്ലോ. അതെടുത്ത് വെച്ചോ. അന്നാ സംഭവം ഒരു മയ്യത്തിന് റീത്ത് വെച്ച പോലെ ആൾ കടത്തി. സമാധാനം. ചവിട്ടി ബോധം കെടുത്തി. എന്താ നബി പറഞ്ഞ? ബോധമുള്ള കാലത്തോളം ഞാൻ പറയും, ബോധം കെടുത്തി. എനിക്കറിയില്ലല്ലോ. ഇവരിറങ്ങി പോവാം. നബി ആ കുന്നുംപുറത്ത് കടന്ന് അന്നത്തെ ദിവസം ഫുള്ള് കിടന്ന് ഉച്ചക്കത്തെ വെയിലും കൊണ്ട് വൈകുന്നേരത്തെ മഞ്ഞും കൊണ്ട് 24 മണിക്കൂർ ആ മല മുകളിൽ ബോധമില്ലാതെ കിടന്ന മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ അല്ലാഹുവിന്റെ ഇഷ്ടദാസനെ റബ്ബ് കൈവിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഒരു വലിയ പക്ഷിയെ നിയോഗിച്ചു അല്ലാഹു. പക്ഷി ആ പക്ഷി പറന്ന് ചെന്ന് കടലിൽ ചിറകുമുക്കി. അല്ല കടലിൽ ചിറകുമുക്കി അവിടെ കുളത്തിൽ വെള്ളമില്ല.
കടലിൽ ചിറകും, കടലിൽ പ്രത്യേകത ഉണ്ട്. കടലിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലേ മോനെ? മക്കളെ നിങ്ങൾക്ക് അറിയോ കടലിലെന്താ? കടൽ വെള്ളത്തിൽ എന്തോ ഉണ്ടല്ലോ. കടൽ വെള്ളത്തിലൊന്നുമില്ലേ? ആ ഉണ്ട്. ആ ഉപ്പ് അല്ലേ? ഉപ്പയല്ല, ഉപ്പുണ്ട് കടലിൽ വെള്ളത്തിൽ. എന്തിനാ കടലിൽ വെള്ളത്തിൽ ഉപ്പ്? മഹാത്മാഗാന്ധിക്ക് ദണ്ഡി യാത്ര നടത്തിയിട്ട് ഉപ്പുണ്ടാക്കാനാ? അതൊക്കെ ഗാന്ധിജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഉപ്പ് ആദ്യം ഉണ്ടാക്കിയില്ല കുറച്ച്. എന്തിനാ ഉണ്ടാക്കിയത്? ഒരു ദിവസം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവികൾ ചത്തുപോകുന്ന ഒരു കേന്ദ്രമാണ് കടൽ വെള്ളം. ഒരുപാട് ജീവജാലങ്ങൾ ചത്തുപോകും കടലിലുള്ളിൽ. അങ്ങനെ അത് ചത്തുപോയാൽ വെള്ളം മതി. ഇപ്പം നമ്മളെ കിണറിൽ ഒരു മീൻ ചത്താൽ തന്നെ പിന്നെ വെള്ളം കുടിക്കാൻ കഴിയില്ല, വെള്ളം നാറാൻ തുടങ്ങും. പക്ഷെ കടലിൽ എപ്പം നിങ്ങൾ കടലിലെ വെള്ളം നാറ്റുകൊണ്ടൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം? കടലിലെ വെള്ളം മലീമസമാകാതിരിക്കാൻ അള്ളാഹു പ്രകൃതിപരമായി ഉപ്പ് സംവിധാനിച്ചു കടൽ. അതുകൊണ്ടാണ് നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് ബാക്കിയായി പോയാൽ മത്തിയെല്ലാം ഉണക്കാനിടും, ഉപ്പിട്ടിട്ടാണ് വെക്കുക. ഉപ്പിട്ടിട്ടാണ് നമ്മൾ ശുദ്ധിയാക്കുക, ഉറക്കിടുക. അപ്പോൾ ഉപ്പ് ഒരു അപാര സംഭവമാണ്. ഉപ്പ് ഒരു അപാര സംഭവമാണ്. അതുകൊണ്ടാണ് കടൽ വെള്ളത്തിൽ പ്രകൃതിപരമായി അള്ളാഹു വെള്ളത്തിൽ ഉപ്പ് സംവിധാനിച്ചത്, വെള്ളം മോശമാകാതിരിക്കാൻ. അപ്പോൾ ഈ കടൽ വെള്ളത്തിലാണ് ചിറക് മുക്കുന്നത് പക്ഷി. എന്തിന്? ഉപ്പ് വെള്ളം ശരീരത്തിൽ ഇതാക്കണം. എന്നിട്ട് മലമുകളിലേക്ക് പറന്നു വന്നു. ബോധമില്ലാതെ കിടക്കുന്ന നബിയുടെ അടുക്കലെ പക്ഷി വന്നിട്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് നനഞ്ഞ കടൽ വെള്ളത്തിന്റെ നനഞ്ഞ ചിറകൊണ്ട് ഇങ്ങനെ തടവി കൊടുത്ത് മുറിവിൽ ഉപ്പ് പുരണ്ടു. മുറിവിൽ ഉപ്പ് പുരണ്ടാല് നല്ല സുഖം ഉണ്ടാവും. നിങ്ങൾക്കാർക്കും സംശയം ഉണ്ടെങ്കിൽ നാളെ മുറിഞ്ഞെടുത്ത് ഉപ്പെടുത്ത് വെച്ചു നോക്ക്. എന്നിട്ട് എൻ്റെ ഫോൺ നമ്പർ ആരോടും വാങ്ങിയിട്ട് ചീത്ത വിളിക്കല്ല. അപ്പോൾ ഈ ഉപ്പ് പുരണ്ട ഭയങ്കരമായിരിക്കും. നബിയുടെ മേലെ ഉപ്പ് ഇങ്ങനെ പുരണ്ടപ്പോൾ നബിക്ക് പുകച്ചൽ വന്നപ്പോൾ കണ്ണു തന്നപ്പോൾ പക്ഷി നബിയോട് പറഞ്ഞു. പക്ഷിയുടെ ഭാഷ പ്രവാചകന്മാർക്ക് തിരിയും. എല്ലാ സാധനത്തിന്റെ ഭാഷയും തിരിയുന്ന ഒരു പ്രവാചകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ പക്ഷി നബിയോട് പറയാണ്, അള്ളാഹു എന്നെ നിയോഗിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. ബോധമില്ലാതെ കിടക്കുന്ന നിങ്ങൾ എഴുന്നേൽപ്പിക്കുക എന്നതാണ് അള്ളാഹു എന്നോട് പറഞ്ഞ ദൗത്യം. ഞാനത് കൃത്യമായി ചെയ്തു. നിങ്ങളിപ്പോ കണ്ണു തുറന്നു. നിങ്ങൾ ചെയ്യേണ്ട ദൗത്യമുണ്ട് അള്ളാഹു ഏൽപ്പിച്ചത്. അന്ധകാരത്തിൽ, അന്ധവിശ്വാസത്തിൽ ബോധമറ്റ് കിടക്കുന്ന നീരവാ ജനതയെ ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ബോധവും. അതുകൊണ്ട് അത് ചെയ്യണം. റബ്ബിൽ സ്തുതി ചെയ്യുന്നേ. ഹംദുര ചെയ്തിടുന്നേ. എഴുന്നേറ്റ് റബ്ബിൽ സ്തുതി ചെയ്യുന്നേ. ആ മലയുടെ മേലെ അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ നിന്നിട്ട് നോക്കി അള്ളാഹു സ്തുതി അൽഹംദുലില്ലാഹ്. ഇങ്ങനെ നോക്കുമ്പോ ഇന്നലെ അടിച്ച എല്ലാ കൗമും ഇന്ന് രാവിലെ വന്നിട്ട് പണിക്ക് വെക്കുന്നുണ്ട്. അടി കൊണ്ട് ഉദ്ഘാടനം ചെയ്തവനും ചവിട്ടിച്ച് നന്ദി പറഞ്ഞവനും വരെയല്ല കൊടുക്കും. അപ്പൊ നബി തീരുമാനിച്ചു ഇന്നും വിളിക്കാന്ന്. ആ കൗമിനെ വിളിച്ചു മലമുകളിൽ വെച്ച്. വീണ്ടും പിറ്റേന്ന് രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് നബി അല്ലാഹ്. വീണ്ടും നബി ഉയർത്തി. അതോടെ വാക്യങ്ങളുയർത്തി. ജനങ്ങളും കുന്നിന്റെ താഴെ എത്തി. ആമലതമുകളെ നബിയുള്ള ഹംദുര ചെയ്തിടുന്നേ. അൽഹംദുലില്ലാഹി നബി എഴുന്നേറ്റ് റബ്ബിൽ സ്തുതി ചെയ്യുന്നേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങോട്ട് വിളിച്ചപ്പോ ഇന്നലെ അടിച്ചവർ മുഴുവൻ മേലോട്ട് നോക്കി. ഒരുത്തൻ പറഞ്ഞാടാ ഇതൊന്നും ഓഫായിട്ടില്ലേ, എന്നാ ഇന്ന് ഫുൾ അടിച്ച് കൊന്നുകളെ, ഓഫാക്കി കളയാ വാങ്ങും. ഇവരെല്ലാവരും കുന്നുകയറ രണ്ടാമത്. പിറ്റേന്ന് രാവിലെ കുന്നുകയറുമ്പോ ആ അങ്ങാടിയിൽ ഒരു ചോട്ടാ നേതാവുണ്ട്, ഈ നാട്ടുകാര നേതാവ്. അയാൾ ഓടി വന്നു മുന്നിൽ കയറിയിട്ട് ചോദിച്ചു കഹാം ജാത്താ ഹേ. ഒരുത്തൻ പറഞ്ഞു അടി ഫർദ് ഹേ. അപ്പൊ അയാൾ പറഞ്ഞു എടാ അയാൾ ഭ്രാന്തനാണ്. ആര്? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരു സ്വബോധമുള്ള മനുഷ്യനാണെങ്കിൽ ഇന്നലെ നിങ്ങൾ അടിച്ചപ്പോൾ തന്നെ നാടുവിട്ടിട്ടുണ്ടാവും ബോധം വന്നവര്. ഇന്ന് കഴിഞ്ഞാൽ അതന്നെ വിളിച്ച് പറയുമ്പോൾ അയാൾക്ക് ഭ്രാന്താന്ന് ഉറപ്പിച്ചാൽ മതി. അയാളത് വിളിച്ചോളാം, നിങ്ങൾ പണിയെടുക്കടാ. അപ്പോൾ ഒരുത്തൻ വേറൊരുത്തനോട് പറഞ്ഞു അവിടെ കൊടുക്കണം എന്ന് വിചാരിച്ച അടി ഇവിടെ കൊടുത്താലോ.
എന്നിട്ട് ഓൻ പറഞ്ഞ് ഇവിടെ കൊടുത്താൽ തിരിച്ചു കിട്ടും, അവിടെ ഫ്രീ ആണ്. ഞാൻ പിന്നെ വേണ്ട, ഇവർ തിരിച്ചു പണിക്കുകയാണ്, ഇവർ വരുന്നില്ല. അപ്പൊ നബി പറഞ്ഞു വരുന്നില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു ഇവൻ വരാൻ വിടുന്നില്ല. അവര് തിരിച്ചു പോന്ന് കണ്ടപ്പോ നബി തീരുമാനിച്ചു ഒരു 3 വിളി വിളിക്കാം. 3 വിളി വിളിച്ചിട്ടും ഇവർ കയറി വരുന്നില്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി പോവാം. അടി മേലെ നിന്ന് കൊള്ളണമെന്ന് തന്നെ സിപ്പത്തൊന്നുമില്ല, താഴെ നിന്നാലും അടി കൊള്ളുന്നതിനോ. അപ്പം 3 വിളി, ഇത് 3 വിളി, ഇത് കുതിരത്തിന്റെ വിളിയാട്ടോ, ഇത് കുതിരത്തിന്റെ വിളിയാണ്. 3 വിളി വിളിക്കാൻ നബി തീരുമാനിച്ചു. അള്ളാഹു തീരുമാനിപ്പിച്ചു 3 വിളി വിളിക്കാൻ. പടച്ചറബ് മറ്റൊരു ഭാഗത്ത് മറ്റൊരു കുതിരത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുതിയന്മാരാന്നറിയാലേ. അപ്പോ നീനവയുടെ രാജാവ് അയാൾ തന്റെ സിംഹാസനത്തിൽ വന്നിരിക്കുക. ഒരു ഉയർന്ന സിംഹാസനമാണ് നീനവ രാജാവിൻ്റെത്. അതിന്റെ കാരണമുണ്ട്. രാജാവ് ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കും. നേരെ കയറി വരുന്ന വാതിലിന്റെ ഓപ്പോസിറ്റ് അയാളുണ്ടാകുക. അങ്ങനെ കയറി വരും. ഇപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ വരുന്ന ആൾ കണ്ടാൽ മതി. അപ്പൊ വരുന്നവര് ആ കയറി വരുന്ന വാതിലിന്റെ അടുക്കൽ നിന്ന് ഒന്നുകിൽ സുജൂദ് ചെയ്യണം, അല്ലെങ്കിൽ റുകൂ ചെയ്യണം രാജാവ്. ഇത് നീനവയുടെ നിയമമാണ്. അതുകൊണ്ട് ഇയാൾ ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കാണ്. മന്ത്രിമാരിങ്ങനെ കയറി വരുന്നു, അവരിങ്ങനെ സുജൂദ് ചെയ്യുന്നു, ചില ആൾ റുകൂ ചെയ്യുന്നു, വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഫുള്ള്. കഴിഞ്ഞിട്ട് ചീരണി ഉണ്ടെന്നല്ലേ. പരിപാടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ചീരണി വിതരണം ഉണ്ട്. അപ്പം പിന്നെ നിങ്ങൾ ആരും പോകില്ല നോക്കാം. നേരത്തെ അറിഞ്ഞാൽ വരാം ഇൻഷാ അല്ലാഹ്. 2-3 പരിപാടി നടത്താനുണ്ട്. അതിലടക്ക് ചീരണിയുണ്ട്. ഇതിലെങ്ങനെയാ തിന്ന് തീർക്കാന്നുള്ള വേറെ ഇൻഷാ അല്ലാഹ് ഇരിക്കെ. അള്ളാഹു ഹലാലായത് ഭക്ഷിക്കാനുള്ള ഭാഗ്യം തരട്ടെ. ഒന്ന് വേർക്കുക, ഭക്ഷണം കാണുമ്പോൾ വേർക്കണം. ഹലാലായത് കഴിക്കാൻ ഭാഗ്യം തരണേ പഠിച്ചോളൂ. അപ്പം ഇൻഷാ അല്ലാഹ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 3 വിളി വിളിക്കുമ്പോൾ നീനവയിലെ രാജാവ് സിംഹാസനത്തിലിരിക്കും. മന്ത്രിമാരൊക്കെ വന്ന് താഴേക്ക് ഇരിക്കുന്നു. ഞൊടിയിടയിൽ പെട്ടെന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മലമുകളിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു. ഇത് ഒരു കാറ്റിന്റെ സഹായത്തോടെ നീനവ രാജാവിന്റെ ചെവിയിൽ അടിച്ചങ്ങട്ട് കയറ്റി പഠിച്ചു. അതോടെ താഴെ ഇരിക്കുന്ന ആരും ദിക്കെങ്ങും കിയാമനാൾ വരെ മണ്ണിൽ ഉയരുന്ന ഹക്കിൻ ജിഹാദുലികൾ, ഓ ഹക്കിൻ ജിഹാദുലികൾ. നീനവ പട്ടണങ്ങൾ പുളകങ്ങൾ വിരിച്ച യൂനുസിൻ നവമൊഴികൾ, ദിക്കെങ്ങും കിയാമനാൾ വരെ മണ്ണിൽ ഉയരുന്ന ഹക്കിൻ ജിഹാദുലികൾ, ഓ ഹക്കിൻ ജിഹാദുലികൾ. നീനവയുടെ രാജാവിന്റെ ചെവിയിലേക്ക് മാത്രം അല്ലാഹു അടിച്ചു കയറ്റി. താഴെ ഇരിക്കുന്നവർക്ക് ആർക്കും അല്ലാഹു ഇത് കേൾപ്പിച്ചില്ല. അതിശക്തമായ ഘോരമായ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെവിയിൽ അടിച്ചപ്പോ രാജാവ് സിംഹാസനത്തിൽ ചടപടപടപട താഴേക്ക് വീണു. വീണ രാജാവ് ചാടി എഴുന്നേറ്റിട്ട് ബേജാറോടെ മുന്നിൽ ഇരിക്കുന്നവരോട് പറഞ്ഞു, എടാ എന്താണ് കേട്ടെ? ഒരൊറ്റത്തിനും കേട്ടിട്ടില്ല. ഇയാൾ മാത്രം കേട്ടിട്ട് രാജാവ് ഒരുത്തനോട് ചാടി, നീ എന്താണ് കേട്ടെ? ഓൻ പറഞ്ഞ് പടപട ഒച്ച കിട്ടുന്നുണ്ട്. വീണ ഒച്ച. രാജാവ് രണ്ടാമത് കേറിയിരിക്കലോടുകൂടി രണ്ടാമത്തെ വിളി വന്ന് വീണ് പകയും താഴേക്ക് വിളിക്കും. വീണപ്പം മുന്നിലുള്ളോ നിങ്ങോട്ട് പിടിച്ചിട്ട് പറഞ്ഞു, പറയടാ നീ എന്താണ് കേട്ടെ? ഓനൊന്നും കേട്ടില്ല.
കേട്ടില്ലേന്ന് വെച്ചു. ഇല്ലാന്ന് പറഞ്ഞാൽ തല പോകും. ഓൻ പറഞ്ഞു ആ കേട്ടിന്ന് പറഞ്ഞു. എന്താ കേട്ടേന്ന് വെച്ചു. ഓൻ അടുത്തോനോട് വെച്ചു എടാ ഞാനെന്താ കേട്ടേന്ന്. അപ്പൊ ഓൻ പറഞ്ഞു നീ കേട്ടത് എന്നോട് വയ്ക്കുന്നു. ദേഷ്യം പിടിച്ച രാജാവ് 3-ാം വട്ടം കയറി. അപ്പൊ നബി വിളിച്ചിട്ടില്ല. 3-ാമത്തെ വട്ടം കയറിയിട്ട് സിംഹാസനത്തിന്റെ 2 സൈഡ് ഇങ്ങനെ പിടിച്ച് എന്തിന് അടുത്ത ശബ്ദം കേട്ട വീഴാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് ബുദ്ധിമാനായ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി സജിമോത്തൻ കയറി വരുന്നത്. അയാൾ വരുമ്പോ കാണുന്നത് ഇവരിങ്ങനെ നോക്കി നിൽക്കുന്ന രാജാവ് ഇങ്ങനെ പേടിച്ചിട്ടിരിക്കുന്നു. ഇയാളെ എപ്പാ വീഴാന്ന് വിചാരിച്ചിട്ട് ഇവരിയ്ക്കുന്നു. അതുകൊണ്ട് തെങ്ങുമെന്ന് പോണ എടുത്തിട്ട് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ ചൂടായി. നേരത്തെ കൊണ്ടല്ലടാ കൊണ്ടുപോയെന്ന് ചോദിച്ചു. വീണ് കിട്ടണ്ടടാ വീണ് കിട്ടണ്ടെടുത്തിട്ട് എത്തണ്ട. അതുപോലെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പൊ സജിമോത്തൻ കയറി വന്നു. അപ്പൊ രാജാവ് പറഞ്ഞു ആ സജിമോത്തൻ വന്നല്ലോ രക്ഷപ്പെട്ടു. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കി ആ ഇയാൾ വന്നു. ഇനി ഇയാളോട് ചോദിക്കും, നമ്മളോട് ചോദിക്കില്ല. സജിമോത്തൻ ചോദിച്ചു എന്താണ് പ്രശ്നം, എന്ത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്? രാജാവൻ അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ പറഞ്ഞു ഇയാൾ 2 സൗണ്ട് കേട്ടിട്ട് ഇയാൾ കാര്യം വീണെന്നാ പറയുന്നത്. ഞങ്ങൾ കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ ഇയാൾ നമ്മളോട് ചോദിക്കുന്നത് എന്താ കേട്ടേ? സജിമോത്തൻ മുന്നിൽ വന്ന് പ്രധാനമന്ത്രിയാണ്. അയാളെ സീറ്റിരുന്നു. രാജാവോട് ചെന്താ രാജാവെ പ്രശ്നം. അപ്പൊ പറഞ്ഞു സജിമോത്ത ഭയാനകരമായ ഒരു ശബ്ദം 2 തവണ ഞാൻ കേട്ടു. അത് കേട്ടപ്പോ എന്റെ പിടുത്തം വിട്ട് ഞാൻ താഴേക്ക് വീണു. ഈ കോമ കേട്ടിട്ടില്ല എന്നാ പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 3-ാമത്തെ വിളി അങ്ങ് വന്നു. ഈ വിളി 2 പേർക്ക് അള്ളാഹു കേൾപ്പിച്ചു. രാജാവിന് പഴയ സൗണ്ടിലും സജിമോത്തന് ഒരു നേർത്ത ശബ്ദത്തിലും മനോഹരമായിട്ട്. ഇതങ്ങോട്ട് കേട്ടപ്പോ രാജാവ് പിടുത്തം വിടാണ്ട് ഇങ്ങനെ പറഞ്ഞു സജിമോത്ത കേട്ടോ കേട്ടോ ഇപ്പം കേട്ടോ ഒരു ശബ്ദം നീ കേട്ടോ? മൊത്തം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് ശരി, നിങ്ങൾ അത് കേട്ടിട്ടാണോ വീണത്? ആ അതെ. എന്താ കേട്ടെ? നീ എന്താ കേട്ടെ? അപ്പോൾ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു പറ പറ പറ. നമ്മൾ കുറെ സമയം എടുത്തൊക്കെ നമ്മൾ കേട്ടില്ല, നീ പറ. മുമ്പ് ടീച്ചർ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് അക്ഷരം പഠിപ്പിച്ചു 1-ാം ക്ലാസ്സിലെ ടീച്ചർ. എന്നിട്ട് എയ്യോ വന്നു 1-ാം ക്ലാസ്സിലെ കുട്ടികൾ അക്ഷരം പഠിച്ചു വന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ബോർഡുമിൽ പറന്ന് എഴുതി. വായിക്കടാന്ന് പറഞ്ഞു. പറ വായിക്കാൻ പറഞ്ഞു. കുട്ടികൾ പറഞ്ഞു പര. അല്ലേ തറ. കുട്ടികൾ പറഞ്ഞു തര. പറവ പരവ. റായില്ല മൊത്തല്ല. അപ്പൊ ടീച്ചറോട് എഴുതി ചോദിച്ചു അല്ല ടീച്ചറെ ഇതെന്താ കഥ? കുട്ടിയൊക്കെ റായില്ലേ, നിങ്ങൾ റാ പഠിപ്പിച്ചിട്ടില്ലേ? അപ്പൊ ടീച്ചർ പറഞ്ഞു സാറേ ഞാൻ കുറെ തവണ പറഞ്ഞു തര പര തര പര. കുട്ടികളെ തര പര എന്നല്ലാണ്ട് പറയുന്നില്ല. അപ്പൊ ഇവക്ക് രായില്ല അല്ല റായില്ല. ഓക്ക് റാ ഉണ്ടായാലേ കുട്ടിയൊക്കെ റാ ഉണ്ടാവും. ഓക്ക് രാ ഓളെ നാവിന് കംപ്ലീറ്റ് 1-ാം ക്ലാസ്സിലെ മക്കളല്ലേ അതെന്നെ പഠിക്കില്ല. അതുപോലെ ഇവര് പറഞ്ഞു സജിമോത്തനോട് നീ പറ നീ പറ. അപ്പൊ സജിമോത്തൻ ചോദിച്ചു ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് നബിയുള്ള. അതെ അതെ സജിമോത്ത അതെന്നെ കേട്ടത് അതെന്നെ കേട്ടത്. അപ്പൊ ഇവരെല്ലാരും ചെവി പിടിച്ചു കുലുക്കി. നമ്മളത് ചൈനീസാ, ഇവന്റെ ജപ്പാനോ. രാജാവൻ നിങ്ങൾ ഈ സൗണ്ട് കേട്ടിട്ടാണ്. ഇയാൾ മെല്ലെ കേട്ടിട്ടുള്ളൂ. മറ്റേ ചക്കായിക്ക് അള്ളാഹു അടിച്ച് കയറ്റി കൊടുത്തതാ, അത് അറിയില്ലല്ലോ. നിങ്ങൾ ഈ സൗണ്ട് കേട്ടിട്ടാണ് വീണത്. അതെ അത് ഇന്നലെ മലമുകളിൽ നമ്മുടെ നീനവയുടെ അങ്ങാടിയിലെ കുന്നമ്പുറത്തൊരു മലമുകളിൽ ഒരു പിരാന്തം വന്നിട്ട് വിളിച്ചതാണ്. അയാളെ നാട്ടുകാർ ഇന്നലെ അടിച്ച് ശരിയാക്കിയതാണ്. ഇന്ന് ബോധം വന്നപ്പോ പിന്നെ എഴുതിച്ചു വിളിച്ച ബേജാറാണ്ടാണ്. അപ്പോൾ പറഞ്ഞു ബേജാറല്ല സജിമോത്ത, അയാൾ പറയുന്നതിന്റെ ആശയം എന്താണ്? സജിമോത്തം പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു വല്ലാത്ത മറ്റൊരാളില്ല. യൂനുസ് നബിയുടെ പ്രവാചകൻ, അതാണ് വാക്യം. അതെന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുവരെ ആരാധിച്ചത്, ഇതുവരെ പ്രവർത്തിച്ചത് തെറ്റാണെന്നും പുതിയൊരു ദൈവവും പുതിയൊരു സിദ്ധാന്തവും നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നല്ലേ എന്റെ അർത്ഥം. അപ്പോൾ അയാൾ ഭ്രാന്തനല്ല. ആരവിടെ ആ ഭ്രാന്തനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടാറും ഈ രാജാവ് പട്ടാളക്കാരോടി നബിയെ പിടിക്കാൻ വേണ്ടിയിട്ട്. അള്ളാന്റെ നബി മലമുകളിൽ നിന്ന് വിളിച്ചിട്ട് കയറാതെ മലന്റെ താഴേക്കിറങ്ങിട്ട് അങ്ങാടിയിലെ ജനങ്ങളോട് പറഞ്ഞതാ നിങ്ങളൊക്കെ അള്ളാഹുവിനെ അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് യൂനുസ് നബിയുള്ള. ഒരുത്തൻ പറഞ്ഞു അടിയല്ലാണ്ട് മരുന്നില്ല, പക്ഷെ മറ്റേ ചങ്ങായി മരുന്നില്ല. പറഞ്ഞുകൊണ്ടൊക്കെ 2 പട്ടാളക്കാർ വന്ന് പിടിച്ച് നബിയുടെ കയ്യങ്ങോട്ട് പിടിച്ചപ്പോ നബി പിടിച്ചാട്ട് പെട്ടെന്ന് പിടിച്ചപ്പോ ബെഞ്ച് മുന്നിലിട്ട് 2 മുന്നിലിട്ടപ്പോ 2 പട്ടാളക്കാർ എന്തേന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു നിങ്ങളെ രാജാവ് പിടിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല, കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. പിടിച്ചുകൊണ്ട് പോകാൻ കഴിയില്ലെന്ന് ഉറപ്പായി. അപ്പൊ നബി പറഞ്ഞു ഞാൻ അങ്ങോട്ട് നബി മുന്നിൽ ഇവര് ബാക്കിലായിട്ട് നടന്നു രാജകൊട്ടാരത്തിലേക്ക്. നീനവ രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് വാതിലിന്റെ അടുത്തേക്ക്. നബി കയറി വരിക. അപ്പോ കൂടെയുള്ള പട്ടാളക്കാർ റുക്കൂ ചെയ്തു. രാജാവിനൊന്ന് വണങ്ങി. നബി നേരെ നെഞ്ചും പിടർത്തി നേരെ വന്ന് രാജാവിന്റെ മുന്നിൽ നിന്ന്. അപ്പൊ രാജാവിനെ നോക്കിയിട്ട് വെച്ചു ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം മെല്ലെ പറഞ്ഞാൽ മതി. അവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചൊക്കെ ഞാൻ 2 വട്ടം വീണതാ.
അള്ളാന്റെ ഹിക്മത്ത് രാജാവ് അനുഭവിച്ചല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്ന് അതേ ഒച്ചയിൽ പറഞ്ഞാൽ ഞാൻ പൊളിച്ചിട്ട് പോയിന്റ് ചെയ്യണം. അതുകൊണ്ട് എന്താ പേര് യൂനസ്. നിങ്ങൾ ആരാണ്? ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഏതാണ് ഈ അള്ളാഹ്? അപ്പോൾ പറഞ്ഞു, രാജാവേ, ചില്ലുകൂട്ടിലടക്കപ്പെട്ടതൊന്നും അള്ളാഹുവല്ല. വന്ന ചിത്രമല്ല എന്റെ നാഥനെന്നു നബി അന്നരുളുന്നേ. ചില്ലുകൂട്ടിലല്ല വന്ന ചിത്രമല്ല എന്റെ നാഥനെന്നു നബി അന്നരുളുന്നേ. രാജസയ്യിദിന്റെ ദൂതരാം റസൂൽ, യാ നബി യാ റസൂൽ, രാജസയ്യിദിന്റെ ദൂതരാം റസൂൽ. ചില്ലുകൂട്ടിലടക്കപ്പെട്ടതൊന്നും എന്റെ ദൈവമല്ല, വരക്കപ്പെടുന്ന ചിത്രങ്ങളും എന്റെ പടച്ചോനല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന മഹാശക്തിയെക്കുറിച്ച് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെ മനോഹരമായിട്ട് രാജാവിന് മുന്നിൽ അവതരിപ്പിച്ചു. കേട്ട് കഴിഞ്ഞ രാജാവിന് ഹൃദയം തകർന്നു. അയാൾ വിളിച്ചു പറഞ്ഞു, ആരെവിടെ? ഈ പ്രാന്തനെ പിടിച്ച് ജയിലടക്ക്. ഏത് ജയില്? പ്രാന്തന്മാരെ ഇടുന്ന ജയിലടക്ക്. 40 ദിവസം പച്ചവെള്ളം പോലും കൊടുക്കാൻ പാടില്ല. 40 ദിവസം പച്ചവെള്ളം പോലും ഭ്രാന്തനെ കൊടുക്കാൻ പാടില്ല. പിടിച്ച് ജയിലടക്കുന്നു. ഭ്രാന്തന്മാരുടെ ജയിൽ. ഭ്രാന്തന്മാരുടെ ജയിലിന്റെ പ്രത്യേകത, ഒരു കുടിസ് മുറിയാണ്, ഇരുട്ടായ മുറിയാണ്, അതിന്റെ ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇരിക്കാനും കിടക്കാനൊന്നും മര്യാദക്ക് കഴിയാതെ ഇരുളടഞ്ഞൊരു മുറിക്കകത്ത് കൊണ്ടുപോയിട്ട് സജിമോത്തൻ എന്ന മന്ത്രിയും 2-3 പട്ടാളക്കാരും നബിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഇരുളടഞ്ഞ ജയിലറിലേക്ക് തള്ളുമ്പോൾ നബി പറഞ്ഞു, മന്ത്രി ഒരു ലൈറ്റ് തരുമോ, ഇതിൻ്റെ കൂടെ പാമ്പുള്ള നോക്കണ്ടേന്ന്. അപ്പോൾ സജിമോത്തൻ പറഞ്ഞു, ലൈറ്റ് പ്രാന്തന്മാർക്ക് തരില്ല, തന്നാ പിന്നെ മൊത്തം കത്തിച്ചിട്ട് ഫുള്ള് ലൈറ്റ് ആക്കും, അതുകൊണ്ട് അത് വേണ്ട. അതിൻ്റെ ഉള്ളിൽ നിന്ന് ജയിലിൻ്റെ അകത്തിട്ട് പൂട്ടിയിട്ട് ഇവർ പോയി. ഏതായാലും കണ്ണ് കാണാത്ത ഇരുട്ടുള്ള മുറി, ഇരിക്കാനും കിടക്കാനും മര്യാദക്ക് സ്ഥലമില്ലാത്തൊരു കുടിസ് റൂം അതിനുള്ളിൽ ഇട്ടത്. എന്നാൽ ഇവര് പോയ ഉടനെ നസല്ലമീൻ മുഖറബിലൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ ബേജാറാവണ്ട, നിങ്ങൾക്ക് ഇത് സൗകര്യം ചെയ്യാൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, റൂം ഞാൻ വിശാലാക്കി തരാം. ജിബ്രീൽ ആ മുറി വിശാലാക്കി കൊടുക്കാം. ആ കുടിസ് മുറി ജിബ്രീൽ വലുതാക്കി. എന്നിട്ട് സ്വർഗത്തുനിന്ന് ഒരു ലൈറ്റ് ഫിറ്റാക്കി. ആ ലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബിക്ക് ആവശ്യമുള്ള സമയത്ത് അത് ഓണാവും. ഓൺ എന്ന് പറഞ്ഞ ഓൺ, ഓഫ് എന്ന് പറഞ്ഞ ഓഫ്. ലൈറ്റ് അങ്ങനെ ഈ ലൈറ്റിന്റെ അടുത്ത് പോയി ഓഫ് എന്ന് പറഞ്ഞു നോക്കിയാൽ പറഞ്ഞോൻ ഓഫ് ആകുന്നില്ലാണ്ട് ലൈറ്റ് ഓഫ് ആവില്ല. ഇത് കുതിരത്തിന്റെ ലൈറ്റ്, സ്വർഗത്തിന്റെ പ്രകാശം. ഒരു വിരിപ്പ് വിരിച്ചു കൊടുത്ത് അതിൻ്റെ അകത്ത് 2 പാത്രം വെച്ചു കൊടുത്ത്, ഒരു പാത്രത്തിൽ വെള്ളം, ഒരു പാത്രത്തിൽ ഒരു പഴം, സ്വർഗത്തിലെ പഴം. 40 ദിവസം പച്ചവെള്ളം കൊടുക്കേണ്ടത് രാജാവ്. എന്നാൽ അള്ളാഹ് നേരിട്ട് സ്വർഗത്തിലെ പഴവും ഭക്ഷണവും നബിക്ക് ഇറക്കി കൊടുത്തു. തിന്ന് കുടിച്ച് സുഖമായിട്ട് കൂടി അള്ളാഹുന്റെ നബി ജയിലിന്റെ ഉള്ളില് ഭാര്യയും മക്കളും മലമുകളിൽ ഇന്ന് വരും നാളെ വരുന്നിട്ട് കാത്തിക്കുന്നു. 40 ദിവസം കഴിഞ്ഞു. 40ാമത്തെ ദിവസം 40ാമത്തെ ദിവസം രാജാവിന് ബോധം വന്ന്, സജിമോത്തോ മന്ത്രി ഒരു ഭ്രാന്തനെ കുറിച്ച് ജയിലടച്ചില്ലേ, എന്തെങ്കിലും കൊടുത്തിനാ? അയാൾ പറയും, നിങ്ങൾ ആ ബൈക്ക് പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ ബൈക്ക് ചിന്തിച്ചിട്ടില്ല. എന്നാ മരിച്ചിട്ടുണ്ടാവും. മരിച്ചോന്ന് പോയി നോക്ക്, മരിച്ചിട്ടില്ലെങ്കിൽ ഹലാക്കായിട്ടുണ്ടാവും. കൂട്ടിയിട്ട് കൊണ്ടാ, ജീവനുണ്ടെങ്കിൽ കൂട്ടിയിട്ട് വന്നു. സജിമോത്തൻ പോയി. സജിമോത്തൻ മന്ത്രിമാർ 2 പട്ടാളക്കാർ പോയിട്ട് ഈ ജയിലില്ലേ ആടെ എത്തുമ്പോൾ ആ ജയില് കാണുന്നില്ല. ആ ജയിലാടില്ല. അവിടെ വലിയ റൂമാ കാണുന്നു. സജിമോത്തിന് ഇങ്ങ് നങ്ങോളം നടന്ന് അങ്ങ് നിങ്ങോളം നടന്നു. ഇത് കൂടുതലുള്ള പട്ടാളക്കാരോട് പറഞ്ഞു, ജയിൽ പുള്ളികൾ ജയിലിൽ നിന്ന് ഇറങ്ങി ഒളിച്ചോടുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കിടന്ന ജയിലടക്കം എടുത്തിട്ട് പോകുന്ന ആദ്യം കാണുന്നു. കാരണം ജയിൽ കാണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കുമ്പോൾ അങ്ങ് ദൂരെ നബി ഇരിക്കുന്നുണ്ട്, നല്ല വെളിച്ചത്തിൽ. നബി ഇങ്ങനെ കാണുന്നത് സജിമോത്തൻ എന്നാ വന്നിട്ട് ജയിലിൽ തള്ളിയോനുണ്ട്. വന്നിട്ട് നബി ഇങ്ങനെ ഇന്ന് ചിരിച്ച് പുഞ്ചിരിച്ച്. അപ്പൊ സജിമോത്തൻ ഇങ്ങനെ നോക്കി, യൂനുസേ എന്ന് വിളിച്ചു. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ തന്നെ എന്ന് പറഞ്ഞു. അല്ല ഇതെന്ത് കുതിരത്ത് എന്ന് വെച്ചു. തുറന്നിട്ട് വാ, ഞാൻ പറഞ്ഞുതരാം. തുറന്നിട്ട് സജിമോത്തിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോ ഭയങ്കര മണം, സ്വർഗത്തിന്റെ മണം. അതിങ്ങനെ ഇപ്പം വെച്ച് കയറ്റി നബിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോ ലൈറ്റ് കൊടുക്കാത്ത സജിമോത്തൻ മനോഹരമായൊരു ലൈറ്റത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തോ ഒരു ഭയങ്കര ലൈറ്റ്, ഒരു പ്രകാശം. അത് എവിടുന്നാ വരുന്നത് കാണില്ല.
നബിയുടെ മുന്നിലാണെങ്കിൽ ആ വിരിപ്പിന്റെ ഭാഗത്ത് 2 പാത്രം, ഒന്നിൽ തെളിഞ്ഞ വെള്ളം, മറ്റൊന്നിൽ അയാൾ ദുനിയാവിൽ കാണാത്തൊരു പഴം. അയാൾ ദുനിയാവെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു പഴം, തെളിഞ്ഞ വെള്ളവും. അപ്പോ ഇയാളിങ്ങനെ ഈ നബിനെ അല്ല നോക്കുന്നത്, ഈ പഴം നോക്കുന്നത്. കാരണം അയാൾ നാട്ടിൽ കാണാത്തൊരു ഫ്രൂട്ട്സ് ആണ് കാണുന്നത്. ഇങ്ങനെ നോക്കി നിന്നപ്പോൾ അള്ളാന്റെ നബി ചോദിച്ചു, സജിമോത്തനോട് വേണോന്ന് ചോദിച്ചു. സജിമോത്തൻ പറഞ്ഞു കൊടുത്ത്. സജിമോത്തൻ തിന്നിട്ട് തിരിച്ചു നോക്കും, ഭയങ്കര ടേസ്റ്റും. തിരിച്ചു നോക്കുമ്പോൾ അതേ പഴം അതേ പാത്രത്തിൽ. സജിമോത്തൻ നോക്കി, ഇതെന്ത് കുതിരത്ത് ഇങ്ങ് പോയാ. രണ്ടാമത് നോക്കിയപ്പോൾ നബി ചെനിയും വേണമെന്ന് വെച്ചു. സജിമോത്തൻ പറഞ്ഞു, വേണമെന്ന് ചോദിക്കണ്ട, നിങ്ങൾ തരിക, ഞാൻ തിന്നാ. സ്വർഗത്തിലെ പഴത്തിന് അങ്ങനെ പ്രത്യേകത കേട്ടാ. സ്വർഗത്തിലെ ഭക്ഷണത്തിന് എന്താ പ്രത്യേകത എന്നറിയാം? വയറിനറിയില്ല. നമ്മൾ എത്ര കഴിക്കാൻ നിൽക്കാൻ കഴിക്കും, വേണ്ടാന്ന് വെച്ചാൽ നിർത്താം. അതാ സ്വർഗത്തിലെ ഭക്ഷണത്തിന്റെ പ്രത്യേകത. ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ കുറച്ച് തിന്നാ പിന്നെ വയറെന്ന് അറിഞ്ഞ ഒന്നും പറയണ്ട, ശ്വാസം പിടിക്കണ്ട, വച്ചു. അപ്പോ വയറിറങ്ങുന്നറിയില്ല. സ്വർഗത്തിലെ പഴത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് തിന്നുകയും ചെയ്യാം, തിന്നാണ്ടിരിക്കുകയും ചെയ്യാം, വിശക്കുകയും ചെയ്യില്ല, വയറും ഓവറാവും ചെയ്യില്ല. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ചങ്ങായി നിങ്ങൾക്ക് ചിരി വന്ന് സജിമോത്തൻ, നിങ്ങൾ സജിമോത്തിനെ കുറിച്ച് ചിന്തിച്ചോ? സ്വർഗത്തിലെ പഴം ദുനിയാവെന്ന് തിന്നാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ് സജിമോത്തൻ. നമ്മളോ? അള്ളാഹു സ്വർഗത്തും തിന്നാൻ ഭാഗ്യം തരട്ടെ. എന്നിട്ട് സജിമോത്തനാണെങ്കിൽ ഇരുന്നിട്ട് ചോദിച്ചു, അല്ല യൂനസേ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കാം, നിങ്ങളൊരു ഇരുളടഞ്ഞ മുറിയിലാണ് ഞങ്ങൾ കൊണ്ടിട്ടത്. ആ മുറിയാണ് ഇത്ര മനോഹരമായി വിശാലമാക്കപ്പെട്ടത്. ഇരുട്ട് പരന്ന മുറിക്കകത്ത് പ്രകാശം പോലും തന്നില്ല. പക്ഷേ മനോഹരമായി പ്രകാശം ഏത് പ്രതലത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പോലും എനിക്കറിയുന്നില്ല. പച്ചവെള്ളം കൊടുക്കുന്ന രാജാവ്, അതുകൊണ്ട് ഞങ്ങൾ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ അത്ഭുതകരമായ പാത്രത്തിൽ വെള്ളവും പഴവും കാണുന്നു. ഈ പഴമാണെങ്കിലോ ഈ നാട്ടിൽ ഞാൻ ഭക്ഷിച്ചിട്ടുമില്ല. എന്താണ് ഇതിന്റെ അവസ്ഥ? ആരാണ് ഈ തരുന്നത്? ആരാണ് ഇതൊക്കെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നത്? അപ്പോൾ സജിമോത്തനോട് പറഞ്ഞു, ഇരുന്നോളൂ, ഞാൻ പറഞ്ഞു തരാം. വഴികൾ ഒന്നൊഴിയോർക്കുന്നു, കരടിലോ ശാദത്തിൽ കുളിർ വീണു, മന്ത്രിക്കൊരു പുതു സുഗന്ധത്തിൻ തെളി വീണു. കരടിലോ ശാദത്തിൽ കുളിർ വീണു, മന്ത്രിക്കൊരു പുതു സുഗന്ധത്തിൻ തെളി വീണു. മന്ദഹസിക്കുന്നു, സത്യമുരയ്ക്കുന്നു, മുത്തുനബി വേഗത്തിൽ റബ്ബിൻ അക്കുറത്ത് നേരത്തിൽ. യൂനുസിനെ നോക്കി വസിറും ലക്കാക്കി ചെന്നടുത്തു നിൽക്കുന്നു, വഴികൾ ഒന്നൊഴിയോർക്കുന്നു. അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഇരുള് പരന്ന മുറിക്കകത്ത് കൊണ്ടിട്ടു അല്ലേ? അതെ, ഈ ലൈറ്റ് നൽകിയവൻ എന്റെ റബ്ബാണ്. ഞാൻ പറഞ്ഞ എന്റെ നാഥനാണ്, അല്ലാഹുവാണ് എനിക്ക് പ്രകാശം നൽകുന്നത്. ഭക്ഷണമോ വെള്ളമോ തരണ്ടാതെ രാജാവ് പറഞ്ഞല്ലോ, പറഞ്ഞു. എന്നാൽ നിങ്ങൾ ഇവിടേക്ക് വരാതെ ആ സെക്കൻഡ് മുതൽ എന്റെ റബ്ബ് എനിക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കി. അള്ളാഹു ഇതെല്ലാം ഒരുക്കി. കുടിസ് മുറിഞ്ഞ ഒരു മുറിക്കകത്ത് കൊണ്ട് തള്ളി. അള്ളാഹു ഈ മുറി വിശാലമാക്കി. ഇതെന്റെ നാഥനാണ് എനിക്ക് നൽകിയത്. ആ റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. ബുദ്ധിമാനായ സജിമോത്തൻ നബിയുടെ മുഖത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക നബിയ്യുല്ലാഹ്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പറഞ്ഞ റബ്ബ് തന്നെയാണ് റബ്ബ്, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. നീ നബിയുടെ ചരിത്രത്തെ ആദ്യത്തെ മുസൽമാൻ സജിമോത്തൻ എന്ന പ്രധാനമന്ത്രിയാണ്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങിയങ്ങ് പോയി. പിന്നെ അയാൾ ഏതോ ഒരു ലോകത്താണ്, ഒരു പ്രത്യേക ഹാലിലാണ്. കാരണം ഈ സൗകര്യങ്ങൾ നൽകിയ പടച്ചോനെ കുറിച്ചാണ് പിന്നെ ചിന്ത. ഇയാളെ പിരാന്തനെ പിടിക്കണം എന്ന് പറഞ്ഞേച്ച രാജാവ് കുറേ കഴിഞ്ഞിട്ട് കാണാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ സജിമോത്തൻ അങ്ങനെ പോന്ന് ഒരു ലെവലില്ലാണ്ട്. രാജാവ് ഇരുന്നിടത്ത് വിളിച്ചു, സജിമോത്തോ, ആ എവിടെയാണ് ഭ്രാന്തൻ? വലിയ റൂമാ. സജിമോത്തോ, ആ ഭ്രാന്തൻ എവിടെ? എന്താ ടേസ്റ്റ്? എടാ സജിമോത്ത, നിനക്ക് ഭ്രാന്തായോ? ആ ഭ്രാന്തൻ എവിടെ? നല്ല ലൈറ്റ്. രാജാവ് പോയിട്ട് പിടിച്ചു കുലുക്കി. ബോധം വന്നിയാക്കി. സജിമോത്ത, ആ ഒരു ഭ്രാന്തനെ പിടിക്കാനല്ല നിന്നെ പറഞ്ഞത്, ഇത് എനിക്ക് ഭ്രാന്തായോ? ആ ഭ്രാന്തൻ എവിടെ? അപ്പൊ സജിമോത്ത വയത് തുടങ്ങി, രാജാവേ
അയാൾ ഭ്രാന്തനല്ല, അയാൾ അള്ളാഹുവിന്റെ നബിയാണ്. മഹാരാജാ നിന്നിലോദാനാശവിച്ച് ഏകനാം അല്ലാഹുവേ നീ ഖൽബിൽ കണ്ടില്ല